ചടങ്ങാണ് ഗംഗ ആരതി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഗംഗ ആരതിയാണ്. ഗംഗ ആരതിയുടെ മുഴുവൻ ചടങ്ങുകളും വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. എന്താണ് ഗംഗ ആരതി, എങ്ങനെയാണ് അത് അവിടെ നടക്കുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത്. വാരണാസിയിലെ ഗംഗ ആരതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ്. അത് കേട്ടറിവുണ്ട്, അതുപോലെ തന്നെ ഈ വീഡിയോസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് ഗംഗ ആരതി കാണണമെന്ന് വല്ലാത്തൊരു മോഹം ഉണ്ടായത്. ഇവിടെ വാരണാസിയിൽ വന്നപ്പോൾ എന്തായാലും ദശാശ്വമേധ ഘട്ടിലുള്ള ആരതി കാണാനായിട്ട് പോവുകയാണ്. അസീഘട്ടിലും ദശാശ്വമേധ ഘട്ടിലുമാണ് ആരതി ഉള്ളത്. അസീഘട്ടിൽ രാവിലെ 5:30 ആരതി, ദശാശ്വമേധ ഘട്ടിൽ വൈകിട്ട് 6:30. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ദശാശ്വമേധ ഘട്ടിലെ വൈകിട്ടുള്ള ആരതി കാണാനാണ്. ഇത്രയും ആളുകൾ ഇവിടെ ആരതി കാണാനായിട്ടും ഇതിൽ പങ്കെടുക്കാനായിട്ടും വന്നിട്ടുള്ളവരാണ് കേട്ടോ. ഗംഗാമാതാവിനെ പൂജിക്കുന്ന ചടങ്ങാണ് ഗംഗ ആരതി. ഒരു പ്രത്യേക വേഷവിധാനത്തിലുള്ള പൂജാരികളാണ് ഈ ഒരു ചടങ്ങ് നടത്തുന്നത്. അവർ ആദ്യം ഗംഗയിലെത്തി അവിടുന്ന് തീർത്ഥമെടുത്ത് തളിച്ച് ആ തീർത്ഥം എടുത്ത് കൊണ്ടുവന്നിട്ടാണ് പിന്നീട് പൂജ നടത്തുന്നത്. അപ്പോൾ ശംഖ് വിളിച്ചിട്ടാണ് ഈ ഒരു പൂജ ആരംഭിക്കുക. പൂക്കൾ കൊണ്ടൊരുക്കിയ പരവതാനിയിലാണ് ഈ ഒരു പൂജ നടക്കുന്നത്. ആദ്യം ഗംഗാമാതാവിനെ പൂജിക്കുന്നു, അത് കഴിഞ്ഞ് സൂര്യഭഗവാനെ പൂജിക്കുന്നു, അഗ്നിഭഗവാനെ പൂജിക്കുന്നു, ഒടുവിൽ പരമശിവന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു ചടങ്ങ് അവസാനിപ്പിക്കുന്നത്. അത് മണിനാഥമുണ്ട്, അതുപോലെ തന്നെ ശിവഭക്തി ഗാനങ്ങൾ അവർ ആലപിക്കുന്നുണ്ട്, ഭക്തർ കൈയടിച്ച് അതിനോട് ചേർന്ന് പാടുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥനയും നാമജപങ്ങളും ഒക്കെ ആയിട്ടാണ് ഈ ഒരു ആരതി പൂജ നടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇത് ഏറ്റവും അടുത്ത് നിന്ന് കാണുമ്പോഴാണ് അത് നമുക്ക് വല്ലാത്തൊരു ഫീലായിട്ട് അനുഭവപ്പെടുക. ബോട്ടിലും വള്ളങ്ങളിലൊക്കെ ഗംഗയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ കാഴ്ച കാണാനായിട്ട് സാധിക്കും. അങ്ങനെയും ഞങ്ങൾ കണ്ടു. പക്ഷേ കുറച്ചും കൂടി നല്ലതായിട്ട്, അല്ലെങ്കിൽ അത് ഈ ഒരു ചടങ്ങിൻ്റെ അതേ ഒരു ഫീല് നമുക്ക് കിട്ടിയത് ഇത്രയും അടുത്ത് നിന്ന് കണ്ടപ്പോഴാണ് കേട്ടോ. ദശാശ്വമേധഘട്ടിലെ ആരതി കഴിഞ്ഞ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല തിരക്കാണ് ഈ ഒരു സ്ട്രീറ്റിൽ. കാരണം എല്ലാ ആളുകളും ആരതി കണ്ട് മടങ്ങുന്ന സമയമാണ്. രണ്ട് സൈഡിലും ഒരുപാട് ചെറിയ ചെറിയ സാധനങ്ങൾ, ഒരുപാട്
ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മളൊരു സാധനം വാങ്ങാൻ ചെന്നാൽ 250, 300 പറയും. പക്ഷെ നമ്മൾ വില പേശി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും. ഈ ഒരു ബാഗ് ഇതവർ 100, 150 പറഞ്ഞു. അവസാനം ഞാൻ 50 രൂപയ്ക്കാണ് മേടിച്ചത്. അതുപോലെ തന്നെ നല്ല കുർത്തകളൊക്കെ ഉണ്ട്, ബോയ്സിനൊക്കെ പറ്റിയിട്ടുള്ള കുർത്തകളാണ്. അതവർ 150, 200 പറഞ്ഞു. അവസാനം ഞങ്ങളത് 120 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ വിലയെക്കാട്ടും നന്നായി താഴ്ന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം അവർ നമുക്ക് തരും. നല്ല തിരക്കാണ് കേട്ടോ. ഒരുപാട് സാധനങ്ങൾ വളരെ ചീപ്പ് റേറ്റിൽ കൊടുക്കുന്നുണ്ട്. കൈമിടുന്ന ഈ ബാൻഡൊക്കെ 10 രൂപയ്ക്കാണ്, 10 രൂപയുള്ളൂ. അതുപോലെ ഒരുപാട് സാധനങ്ങൾ. അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗംഗ ആരതി. ഇവരെ കേട്ടിട്ടേ ഉള്ളൂ, നേരിട്ട് കണ്ട് ആ ഒരു അനുഗ്രഹത്തിലും ആ ഒരു ആരതിയിലൊക്കെ പങ്കെടുക്കാൻ പറ്റിയപ്പോൾ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇതെല്ലാം അത് എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കാൻ എനിക്കറിയില്ല. അത് ഇവിടെ വന്നിട്ട് അതിൽ പങ്കെടുത്താൽ മാത്രമാണ് നമുക്ക് ആ ഒരു അനുഭവം അറിയാൻ പറ്റും. അങ്ങനെ ഗംഗ ആരതി കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ തിരക്കുള്ള ഒരു ഘട്ടമാണ് ദശാശ്വമേധ ഘട്ട്. കാരണം ഒരുപാട് ആളുകൾ വൈകിട്ട് ഈ ഒരു ആരതി കണ്ട് മടങ്ങുന്നത് കൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു തിരക്കാണ് സന്ധ്യ നേരത്ത് കാണാൻ പറ്റുക. മാത്രമല്ല ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ, ചെറിയ ചെറിയ ഒരുപാട് ഷോപ്പുകളുണ്ട്. വലിയ റേറ്റൊന്നുമില്ല, വളരെ വില കുറവാണ്. കാരണം അവർ ഒരു റേറ്റൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനെക്കാട്ടിലും കുറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് തരും. നമുക്ക് ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുക എന്ന് പറയുന്നത് ഇവിടെ വരുമ്പോൾ കിട്ടുന്ന മാത്രം അനുഭവമല്ലേ. അതുകൊണ്ട് ഒരുപാട് ആളുകൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് നടന്നു പോകുന്നത്. കടകളിലും നല്ല തിരക്കാണ് കേട്ടോ. കാരണം ഈ ഒരു ആരതി കഴിഞ്ഞ് പോകുന്നവരെല്ലാവരും കടകളിൽ കയറി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുന്നുണ്ട്. തുണികളുണ്ട്, ചെരുപ്പ്, ബാഗ്, പിന്നെ വള, മാല, കമ്മൽ, അങ്ങനെ ഇവിടെ കിട്ടാത്തത് ഒന്നുമില്ല. അത്രയും സാധനങ്ങളാണ് ഇവിടെ വിൽപ്പനയ്ക്കായി വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസും ഉണ്ട്. അപ്പോൾ വാരണാസിയിൽ വരുന്നവർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ് ഗംഗ ആരതി നടക്കുന്ന ദശാശ്വമേധഘട്ടിൽ ഏറ്റവും അടുത്ത് നിന്ന് തന്നെ കാണണം. എന്നാലാണ് നമുക്ക് ആ ഒരു ചടങ്ങിൻ്റെ ഒരു ആത്മീയത മുഴുവനായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ.